വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ എങ്ങനെ സെഡോൺ ബസ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലത്തെ ഒരു ലിങ്ക് ഉണ്ട്, ആ വീഡിയോൻ്റെ ഒരു ലിങ്ക് ആക്കാരം. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരു വീഡിയോയിൽ എത്തുന്നതാണ്. അപ്പോൾ എന്നിട്ട് ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തിട്ട് മോറിക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ വേരിയൻറ്റുകൾ ഇങ്ങനെ കിട്ടും. അതിൽ നമ്മൾ സെഡോൺ ബേസിക്സ് 49 സീറ്റർ 3+2 എന്ന് പറഞ്ഞ ഓപ്ഷൻസിലാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. സെഡോൺ 49 സീറ്റർ വേരിയൻറ്റ് സ്റ്റോക്ക് 1 എന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതിൽ വേരിയൻറ്റ് 2 ഉണ്ട്, സെഡോൺ 49 സീറ്റർ വേരിയൻറ്റ് 2. അപ്പോൾ അതാണ് നമുക്ക് വെക്കേണ്ടത്. അത് ഷെയർ മോഡ്സിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ വരും. എന്നിട്ട് ഇവിടെ താഴത്ത് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമ്മൾക്ക് ക്രിയേറ്റ് ഡൗൺലോഡ് എന്ന് കാണിക്കും ലിങ്ക്. അപ്പോൾ അത് ഞെക്കിയാൽ ഒരു പരസ്യം വരും, അത് പോവും. എന്നിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്താൽ ഡൗൺലോഡ് അഗെയിൻ എന്ന് പറഞ്ഞ് വന്നു. നിങ്ങൾ കണ്ടോ അറിയില്ല, അങ്ങനെ വന്നു. കാരണം ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തതാണ്. ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ പോയി ഡൗൺലോഡ്സ് നിൽക്കുക. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു സെക്കൻഡ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സെഡോൺ B6 49 സീറ്റർ ഹൈറ്റ് എന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സെഡോൺ B6 49 സീറ്റർ ഹൈറ്റ് 2 ബസ്സിഡ് മോഡ് സിപ്പ്. അപ്പോൾ ആ സിപ്പ് ഫയൽ നെക്കി പിടിച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എക്സ്ട്രാക്റ്റ് ഹെയർ കാണും. അപ്പോൾ അവിടെ ഒന്ന് നെക്കി കൊടുക്കുക. ഞാൻ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ നേരെ അതിൻ്റെ മുകളിൽ കാണാൻ നിങ്ങൾക്ക് സെഡോൺ B6 49 സീറ്റർ ഹൈറ്റ് 2 ബസ്സിഡ് മോഡ് ഇത്. എന്നിട്ട് നമ്മൾ നേരെ ബസ് സിമുലേറ്ററിൽ പോകണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ എത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ മോഡ് സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് സെലക്ട് ചെയ്യുക, ഡിവൈസസ് ഗാലറി സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ഉണ്ടാവും. അത് നിൽക്കുമ്പോൾ ഇതിൽ എവിടെയെങ്കിലും നമ്മൾ സെഡോണിൻ്റെത് ഉണ്ടാവും, ലാസ്റ്റ് ഉണ്ടാവും. കണ്ടോ ഗൈസ്, സെഡോൺ B6 49 സീറ്റർ, അവിടെ സീറ്റർ. എന്നിട്ട് അതിമ നിൽക്കുമ്പോൾ യെസ് കൊടുക്കുക. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അതിൽ വരും, കണ്ടില്ലേതാ ഇവിടെ ഒറ്റ സെക്കൻഡ്. ഞാനത് കയറ്റിയതുകൊണ്ട് എനേബിൾ എനിക്ക് ചേഞ്ച് വന്നു. എന്നിട്ട് നമ്മൾ ഈ ബസ് മാറ്റുമ്പോൾ ഇതിൻ്റെ അപ്പോൾ ഗൈസ് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ 49 സീറ്ററിൻ്റെ ബസ്, കണ്ടില്ലേ, ഇതാണ് നമ്മളെ ബസ്. ഇനി ഇതൊന്ന് ഓട്ടി നോക്കിയാലോ നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളെ ഗെയിം ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇത് നോക്കിയിട്ട് ഇതാണ് നമ്മളെ ഗെയിമും കാര്യങ്ങളൊക്കെ. ബസ്സിൽ ലൈറ്റ് ഫുൾ ഓൺ ആക്കിയാൽ ഉള്ളത്തെ ലൈറ്റ് ഓഫ് ആവും. ഒരു ഡിമ്മിലിട്ടാൽ ലൈറ്റ് കുറവിലിട്ടാൽ എല്ലായിടത്തും ലൈറ്റ് വെക്കും. നമുക്ക് ഇവിടെ വൈപ്പർ മാറ്റാൻ ഓപ്ഷൻ ഉണ്ട്. വൈപ്പർ മാറ്റി നമ്മൾ വൈപ്പർ ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. കണ്ടില്ല, വൈപ്പർ ഇട്ടാലുള്ള കണ്ടില്ല, ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുക. ഇനി രണ്ടെന്താ വെച്ചാൽ ഇവിടുത്തെ ഇതിങ്ങനെ തുറക്കാൻ, ഡിക്കിയും കാര്യങ്ങളൊക്കെ തുറക്കാൻ. എന്നിട്ട് 3-ലിട്ട് നമ്മളെ ലിപ്പ് പോകും, കണ്ടില്ലേ. പിന്നെ 1-ലിട്ട് നമ്മളെ ഇത് കൊണ്ട് കിട്ടും, ഈ സാധനം ബോണറ്റ് കൊണ്ടും. ഞാൻ ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ലേ, ഞാൻ ബാക്കിന്ന് മുന്നിൽ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മളെ ബസ്.
ഇല്ലേ, ഇതിൻ്റെ ലിവർ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി. പക്ഷേ ZRCR പോയിങ്ങാണ്ട് നിങ്ങൾ എക്സ്ട്രാക്റ്റ് ഇയറും കൊടുക്കുന്നു വേണ്ട. ഡയറക്റ്റ്ലി മോഡ് പോകുക, മോഡിലല്ല ബസ് എടുക്കുക, പെയിൻറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അവിടെ നോക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ലിവറി ഡൗൺലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ, ലിവറി ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനത്തെ ലിവറി ഉണ്ട് കേട്ടോ നമുക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റിയ. ഓക്കെ, അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. നിങ്ങൾ ഷെയറും കൂടി ചെയ്തോളൂ, ഷെയർ പറഞ്ഞല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.